2 മണി സമയമെന്ന് പറയുമ്പോൾ ഉച്ചഭക്ഷണത്തിനായുള്ള ഇടവേള കഴിഞ്ഞ് ബാങ്കിന്റെ ഉച്ച കഴിഞ്ഞുള്ള പ്രവൃത്തി സമയം തുടങ്ങുന്ന നേരമാണ്. മറ്റ് ജീവനക്കാർ എല്ലാവരുമൊക്കെ സീറ്റിലേക്കൊക്കെ മടങ്ങി വരികയുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ സമയം തന്നെ തിരഞ്ഞെടുത്തതാകാനല്ലേ സാധ്യത? 1-2 പേരെ സീറ്റുകളിൽ ഉണ്ടാകൂ. അതെല്ലാം നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നിട്ടുണ്ടാകും ഈ മോഷ്ടാവ്, അല്ലേ? തീർച്ചയായും സുജിയ ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ദൃശ്യങ്ങളെല്ലാം അയാളുടെ ശരീരഭാഷയെ കണ്ടാൽ ഇന്ന് പെട്ടെന്ന് വന്നൊരു കവർച്ച നടത്തിയ ഒരു വ്യക്തിയല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി, ഒരുപക്ഷെ ആഴ്ചകളായി അയാൾ നിരന്തരമായ നിരീക്ഷണങ്ങളും ചിലപ്പോൾ പരീക്ഷണമൊക്കെ നടത്തിയ ശേഷമായിരിക്കാം ഇന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ നാം കാണിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. വളരെ ശാന്തമായിട്ടാണ് അയാൾ വരുന്നത്. യാതൊരുവിധ ആശങ്കയും അയാളുടെ ശരീരഭാഷയിലില്ല. യാതൊരുവിധ ആശങ്കയുമില്ലാതെ അയാൾ ബാങ്കിലേക്കകത്തേക്ക് കടന്നു വരുന്നു, സ്കൂട്ടർ വയ്ക്കുന്നു. ഒരു സ്കൂട്ടറിലാണ് മോഷണം നടത്താൻ വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം അത്ര വലിയ മോഷ്ടാക്കളാണെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ബൈക്കോ അതിവേഗത്തിൽ പോകാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തുകയെക്കുറിച്ചും അയാൾക്കൊരു ധാരണയുണ്ടായിരിക്കണം ജെയ്സൺ. അതിനായി ഒരു ബാഗ് ഇട്ടുകൊണ്ട് കടന്നു കളയാൻ പറ്റുന്ന ബാഗ്, ആ ബാഗിൽ കൊള്ളാവുന്നത്ര പണം, അതായിരുന്നു ലക്ഷ്യമല്ലേ? തീർച്ചയായും 15 ലക്ഷം. അയാൾ വലിയ ഒരു കോടികളല്ല ഇവിടെ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ സമയവും അയാളുടെ ഓപ്പറേഷൻ സിസ്റ്റവും, അതായത് അയാൾ ഒരു കത്തി ഉപയോഗിച്ച് നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറും ഒരു കത്തിയുമായി വന്ന് കിട്ടാവുന്ന പൈസ കൊണ്ടുപോവുക എന്നതായിരിക്കണം. അതുകൊണ്ടാണ് സ്കൂട്ടർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ മോഷണത്തിന്, ഒരു ബാങ്ക് കവർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു കണ്ടെയ്നർ ലോറിയിൽ കാറ് കയറ്റിക്കൊണ്ടുപോയി കോടികൾ അടിച്ചു മോഷണം നടത്തിയ വാർത്തകൾ പോലും തൃശ്ശൂരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അതിഭീകരമായ ഒരു മോഷണം നടന്നു എന്ന് നമുക്ക് ഇതിലെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. അതേസമയം തന്നെ കിട്ടുന്ന പൈസയും കൊണ്ട് പോവുക എന്നതാണ്. ഒരു സ്കൂട്ടറിലെത്തി വളരെ ഒറ്റയ്ക്ക് വന്ന് ആ ക്യാഷ് കൗണ്ടറിൽ കത്തി കാണിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അവിടെ നിന്ന് കിട്ടുന്ന പണം എടുത്തു പോകുന്നു. അതിനുമപ്പുറത്തേക്ക് രണ്ടാമതൊരാളെ കൂടി ഈ കവർച്ച സംഘത്തിൽ ഉൾപ്പെടുത്താൻ അയാൾ തയ്യാറല്ല എന്നതാണ് ഈ കവർച്ച സംഘത്തിൻ്റെ ഇപ്പോൾ കവർച്ച നടന്നതിൻ്റെ രീതികൾ പരിശോധിച്ചാൽ മനസ്സിലാവുക. നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയില്ല ഒരു കവർച്ച നടത്തുന്ന ആൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയേറെ വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചിട്ടല്ല. ബാഗിൽ നേരത്തെ സുജിയ പറഞ്ഞ പോലെ തന്നെ ബാഗിൽ കയറ്റാൻ കഴിയാവുന്ന പണം പരമാവധി എടുക്കുക, അതിനുശേഷം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അതിനർത്ഥം തൃശ്ശൂർ ജില്ലയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും എത്തിയ അന്യസംസ്ഥാന കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം ഇതെന്നതാണ് പ്രധാനമായി പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. പോലീസ് ആ രീതിയിൽ തന്നെയാണ് അന്വേഷിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അല്ലാതെ മറ്റൊരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിഭീകരമായ ഒരു കവർച്ച നടത്തണമെങ്കിൽ ആ കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതിനുവേണ്ടി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊന്നും ഈ രൂപത്തിലല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം വ്യാപകമായി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതി എത്രയും പെട്ടെന്ന് പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. നിലവിൽ 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു എന്നതാണ് പ്രാഥമികമായ നിഗമനം. സുജയ, അത്രയും പണമാണ് അവിടെ ക്യാഷ്യറുടെ പക്കൽ ഉണ്ടായിരുന്നത് എന്നതാണോ? അതായത് സാധാരണ ബാങ്ക് കവർച്ചക്കാർ നീങ്ങുന്നത് പോലെ ബാങ്കിന്റെ ലോക്കറിലേക്ക് ഒന്നും ഈ മോഷ്ടാവ് പോയിട്ടില്ല. ക്യാഷ്യറുടെ കൈവശം ഉണ്ടായിരുന്ന അന്നത്തെ കളക്ഷൻ അത് മാത്രമാണ് എടുത്തു പോയിരിക്കുന്നത്, അല്ലേ? അതെ, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മോഷ്ടാവിൻ്റെ ഈ കവർച്ച നടത്തിയ ആളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ കിട്ടാവുന്ന മാക്സിമം പണം കവർന്നുക. ആ കവരുന്നതിന് അയാൾ ഒരുപക്ഷെ ഒരാഴ്ചയെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് നടത്തിയിട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇത്രയും എളുപ്പത്തിൽ വളരെ ശാന്തമായി ഒരു ബാങ്കിനകത്തേക്ക് കയറുകയും വളരെ എളുപ്പത്തിൽ കത്തി കാണിക്കുകയും അതിനുശേഷം എത്ര ജീവനക്കാരുണ്ട്, ആ ജീവനക്കാരുടെ ഏതൊക്കെ സമയങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇരിക്കും, എപ്പോഴൊക്കെ ഇവിടെ നിന്ന് മാറി മാറി മൂവ് എന്നടക്കമുള്ള സ്ഥിരമായ ഒരു നിരീക്ഷണം ഇയാളുടെ ഭാഗത്തുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഇത്തരമൊരു സംവിധാനത്തിലേക്ക് മാറാൻ ഒരിക്കലും ഒരു കവർച്ച നടത്തുന്ന ഒരാൾക്ക് കഴിയില്ല. പ്രാഥമികമായ ഒരു പഠനം, ഒരു നിരീക്ഷണം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അത് ഒരു മെഗാ കവർച്ച എന്നുള്ളതല്ല, ഒറ്റയ്ക്ക് വന്ന് കിട്ടാവുന്ന പൈസ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഈ കവർച്ചയുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച വാഹനവും ആ കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ആ തെരഞ്ഞെടുത്ത സമയവും അതിനുപയോഗിച്ച ആയുധങ്ങളും
അതിൻ്റെ രീതികളും നമുക്ക് വ്യക്തമാകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കടക്കുക. ആ തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ഈ സമീപ പ്രദേശങ്ങളെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും റൂറൽ SP കൃഷ്ണകുമാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അകത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാര്യമായ ഒരു പിന്നെ ഇയാളെ സംബന്ധിച്ചുള്ള ഒരു തെളിവ് ലഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഹെൽമെറ്റ് നമുക്ക് അകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ നാം കാണിച്ചതാണ്. അകത്തേക്ക് കയറി പോകുമ്പോൾ ആ ഹെൽമെറ്റ് ധരിച്ച് പൂർണ്ണമായ ഹെൽമെറ്റ് ധരിച്ച് യാതൊരു ഇതിലൊരു ഐഡന്റിഫിക്കേഷൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് പ്രധാനമായും അയാൾ കടന്നുപോയത്. അതിനർത്ഥം അയാൾ നേരത്തെ തന്നെ ഈ ബാങ്കിലെത്തിയിട്ടുണ്ട്. ഈ ബാങ്കിലെത്തിയ ശേഷം ഈ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ ബാങ്കിൽ ജീവനക്കാരുടെ മൂവ്മെന്റ്സ് നിരീക്ഷിച്ചിട്ടുണ്ട്. ഓരോ സമയവും ഈ ജീവനക്കാർ എങ്ങോട്ട് പോകുന്നതെന്ന് സംബന്ധിച്ചുള്ള നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അവരെന്തൊക്കെ ഉച്ച സമയം എപ്പോഴൊക്കെ എത്ര ജീവനക്കാരുണ്ടാകുമെന്ന കാര്യത്തിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിരീക്ഷണം വ്യാപകമായി നടത്തിയ ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി കൂടുതൽ CCTV ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.